Watch India's largest kids library only on Jio Hotstar. Download the app now. ആരായിരിക്കും? വൈറസ് ജോൺ, തനിക്ക് വേണ്ടിതാ ഇതൊരു പുതിയ സാധനം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. ഇത് ആരുടെ മുഖത്ത് നിങ്ങൾ കൊണ്ട് അടിച്ചാലും അവർക്ക് അവരുടെ കാഴ്ച പോലും പാതിയെ കാണത്തുള്ളൂ. അവർക്ക് അങ്ങനെ വരുമ്പോ ആർക്കും താങ്കളെ പിടിക്കാനും പറ്റത്തില്ല. ഇതിന്റെ വില 1 കോടി രൂപയാണ്. എനിക്ക് കാഴ്ചയിട്, എന്നിട്ട് നീ സാധനം പിടിച്ചോ. വൈറസ്, നിങ്ങളുടെ ഗാഡ്ജറ്റ് ശരിക്കും അടിപൊളി തന്നെയായിരിക്കും. അതിനെ ഞാൻ ഒരു തവണ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. താൻ പിന്നെയും എന്നെ ഒരു വിഡ്ഢിയാക്കി. അയ്യോ, ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും എന്നെ ഒന്ന് എന്റെ വീട്ടിൽ കൊണ്ടെത്തിക്കുമോ? ഹലോ, ആരെങ്കിലും ഉണ്ടോ? ബൈ ബൈ വൈറസ് സർ. ജോൺ ആകാൻ പോകുന്നു ഡോൺ, ജോൺ ആകാൻ പോകുന്നു ഡോൺ, ഡോൺ ഡോൺ. ചിങ്കം സർ, ഞാനാണ് ജോൺ ദ ഡോൺ സംസാരിക്കുന്നത്. ഞാൻ ഇപ്പോഴാണ് കാർത്ത ദി ഡാർക്ക ബാങ്കിനെ കൊള്ളയടിച്ചത്. പ്ലീസ് കം ആൻഡ് അറസ്റ്റ് മീ. എന്റെ അമ്മോ, ഈ ജോണിന് എന്താ പറ്റിയത്? അവന് ജയിലെന്താ അവന്റെ അമ്മായിമ്മയുടെ വീട് പോലെ ആയിരിക്കില്ലല്ലോ. ഇതാ ഞാൻ പുറപ്പെട്ടു കഴിഞ്ഞു. ഹലോ ചിങ്കം സർ. Hey, the name is Chingam, Inspector Chingam. John, you are under arrest. ഞാൻ കുറെ നേരമായി നിങ്ങൾക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. പ്ലീസ് സർ, എന്റെ കയ്യിൽ വിലങ്ങിടൂ. എന്റെ അമ്മോ, താൻ എന്താ മോന്തയ്ക്ക് അടിച്ചത്? ഏ ജോൺ, ഞാൻ നിന്നെ ഒരിക്കലും വെറുതെ വിടില്ല. ചിങ്കം സർ, ആദ്യം എന്റെ കൂടെ ചേർന്ന് 3 പേരെ എണ്ണു. 1, 2, 3. എന്റെ അമ്മോ, ജോൺ എവിടേക്കാ പോയത്? ഞാൻ നിന്നെ വെറുതെ വിടില്ല ജോൺ, ഒരിക്കലും വെറുതെ വിടില്ല. സിംഗം സാർ, എന്നെന്തിനാ തല്ലുന്നത്? ഞാൻ ഈ ബാങ്കിന്റെ മാനേജറാ. ജോൺ കട്ടിട്ട് ആ ഭാഗത്ത് പോയി നിൽക്കുവാ. ചിങ്കം സർ, പിടിക്കൂ പിടിക്കൂ, എന്നെ പിടിക്കൂ. എന്റെ പൊന്നു സുഹൃത്തെ, ദയവ് ചെയ്ത് എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് കൊണ്ടുപോയി വിടുവോ? എന്റെ അമ്മോ, ബുദ്ധിയില്ലാത്തവനെ, ഞാൻ നിന്റെ സുഹൃത്താണോ? ചേട്ടാ, ദയവ് ചെയ്ത് നിങ്ങളെങ്കിലും എന്നെ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് കൊണ്ടുപോയി വിട്ടേക്കോ പ്ലീസ്. ഇവനിത് എന്ത് പറ്റിയതാ? കണ്ണു തുറന്ന് നോക്കിയിട്ടും അവന്റെ ചേട്ടനായി തോന്നുന്നതാ. ഇത്രയും അപേക്ഷിച്ചത് കൊണ്ട് ഞാൻ നിന്നെ അയക്കാം. എന്റെ അമ്മോ, ബൈ എയർ റൈ. എനിക്ക് റോഡ് വഴിയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടത്. അല്ല ചിങ്കം സാറേ, ബൈ എയറും ഓട്ടുപത്തിലും മാത്രമേ വരാറുള്ളൂ. ഇപ്പൊ താങ്കള് റൂട്ട് മാറിയോ? നീ എന്നോട് ഒന്നും ചോദിക്കല്ലേ. ആ കള്ളൻ ജോൺ എനിക്കിട്ടൊരു പണി പണിതിട്ടുണ്ട്. എന്റെ അമ്മോ. ശരി, ഇനി ഞാൻ ചോദിക്കില്ല ചിങ്കം സാർ, പക്ഷെ എന്നെ വിടൂ. ഞാൻ താങ്കൾ വിളിക്കണ മോട്ടു അല്ല. മോട്ടു അവിടെയല്ലേ ഇരിക്കണേ, ദേ അങ്ങോട്ട് നോക്കൂ. മമ്മി, ഡാഡി. ബോട്ടു, എന്റെ പൊന്നു ബോട്ടു. ചിങ്കം സാറേ, ഞാൻ 10 മോട്ടു ദേ ഇവിടെയുണ്ട്. ചിങ്കം സാറേ, ഞാൻ ഇവിടെയുണ്ട്. ഇനി പറയൂ, നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്? പറയൂ. എന്റെ അമ്മോ, ജോൺ എനിക്ക് ഫോൺ വിളിച്ച് അവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് അവനെ അറസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോ അവരെന്റെ മോന്തയ്ക്ക് ഏതോ ഒരു സ്പ്രേ അടിച്ചു. അതിനുശേഷം എനിക്ക് ഈ 2 കണ്ണുകളും ശരിക്കും കാണുന്നില്ല. ജോണിന് ഇത്രയും ധൈര്യമോ? ചിങ്കം സാറേ, നിങ്ങൾ ഇവിടെ നിൽക്കേ. ഞാൻ ഇപ്പൊ തന്നെ പോയി ആ ജോണിന് ഒരു പാഠം പഠിപ്പിച്ചിട്ട് വരാം. ജോൺ, ജോൺ, നീ ചിങ്കം സാറിനോട് എന്താ കാണിച്ചത്? വേഗം വാ തുറന്ന് പറ. പറയില്ല പറയില്ല, ഞാൻ പറയില്ല. എന്ത് സംഭവിച്ചാലും ഞാൻ പറയില്ല. നീ പറയൂലല്ലേ? എന്നാ പിന്നെ നിന്നെ കൊണ്ട് പറയിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വേണ്ട, അയ്യോ വേണ്ട, മതി.
ജോണ് സ്നേഹത്തോടെയാ ചോദിക്കുന്നത്, നീ ചിങ്കം സാറിന്റെ കണ്ണിൽ എന്താ ഒഴിച്ചത്? ഞാൻ പറയില്ല. നിങ്ങൾ എന്നെ എന്ത് ചെയ്താലും ശരി, ഞാൻ പറയില്ല. അങ്ങനെയാണോ? ഏ? പറയേ. മതി മതി, കുറച്ച് ഗ്യാപ്പ് ഇട്ട് അടിക്ക. മതി, എന്നെ കൊണ്ട് വയ്യ. നീ ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ ഇടിച്ച് ഷേപ്പ് മാറ്റും. വേഗം പറഞ്ഞോ. ഞാൻ സിംഗം സാറിന് ഈ സ്പ്രേനെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് വിട്ടു, അത്രേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും 3 വരെ എണ്ണ. 1 2 3. പത്തലു, നമ്മൾ എവിടെയാ ഉള്ളത്? ജോൺ എവിടെ പോയി? ഞാനിവിടെ തന്നെയുണ്ട്. പക്ഷെ ജോൺ എവിടേക്കാ പോയെന്ന് അറിയില്ല. ഇപ്പൊ ഞാൻ നിങ്ങൾ രണ്ടുപേർക്കും ഇതിനെ എങ്ങനെയാ ശരിയാക്കണ്ടേ എന്ന് ഞാൻ പറഞ്ഞു തരാം. ജോണെ, നിന്നെ നിന്നെ ഞങ്ങൾ ഞങ്ങൾ വെറുതെ വെറുതെ വിടില്ല. വിടില്ല. ഇത് നോക്കിയേ മോട്ട് പട്ലു, എന്നെ വിട്ടേക്ക്. ഞാനാണ് നമ്പർ 1. ജോണെ, നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. എന്നെ വെറുതെ വിട്ടേക്ക. ഞാൻ നമ്പർ 2 ആണ്. ബോട്ട് അവിടെ നിൽക്കുന്നത്. നിങ്ങളുടെ ബോസിന് വേണ്ടി ഈ അടി പോലും നിങ്ങൾ മേടിക്കില്ലേ? ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നെന്ന് നോക്ക്. നിങ്ങൾ രണ്ടുപേരെയും ഞാൻ വെറുതെ വിടില്ല. പത്തലു, എന്താ ചെയ്യാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? വേഗം ആലോചിക്കൂ. ഐഡിയ. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടി രക്ഷപ്പെടുന്നാവും നല്ലത്. വേഗം ഓടിക്കോ. ആരോടാ ചെന്നൊന്ന് ചോദിക്കുക? വലിയേട്ടാ, ഞങ്ങളെ എന്നാ ചായക്കട വരെ കൊണ്ടുവന്നാക്കുവോ? പ്ലീസ്. ഇന്ന് ആര് എന്റെ അടുത്ത് വന്നാലും എന്നെ ഒന്ന് അയക്കൂ അയക്കൂ എന്നാണ് പറയുന്നത്. നിങ്ങളെയും ഞാൻ അയച്ചേക്കാം. ഇങ്ങനെയാണോ പറഞ്ഞയക്ക? ചിങ്കം സാറേ, നിങ്ങൾ എവിടെയാ? എവിടെയാ? ചിങ്കം സാറേ, ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഡോക്ടർ ജഡ്കയുടെ അടുത്ത് പോയിട്ട് ആദ്യം നമുക്ക് നമ്മുടെ കണ്ണ് ശരിയാക്കാം. വരൂ. എന്റെ അമ്മോ! ഞാനെന്താ വല്ല ലാൻഡിംഗ് ഗ്രൗണ്ട് ആണെന്ന് കരുതിയാ? വലിയേട്ടാ, ആ ജോൺ ഞങ്ങളുടെ 3 പേരുടെ കണ്ണിൽ എന്തോ സ്പ്രേ അടിച്ചു കളഞ്ഞു. അപ്പം തൊട്ട് ഞങ്ങൾക്ക് ശരിക്കും ഒന്നും കാണാൻ പറ്റുന്നില്ല. ചേടാ, എന്റെ ചങ്ക, എന്റെ ബ്രോ, എന്റെ സുഹൃത്തുക്കളെ, നിങ്ങളൊന്നും പേടിക്കണ്ട. ഇതിനുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട്. പൊളിച്ചേ! എന്റെ കണ്ണുകൾ ശരിയായി. പത്ലു, ഇനി ആ ജോണിനെ ശരിയാക്കിയേ തീരൂ. മോട്ടു, അങ്ങനെയല്ല. വേട്ടയാടാനായിട്ട് നമുക്ക് ആഹാരം അവന് ഇട്ടുകൊടുത്തിട്ട് അവനെ പിടിച്ചേക്കാന്നേ. പത്ലു, ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന പറയുന്നത്? എന്റെ മോട്ടു, അതൊരു പഴഞ്ചൊല്ലാണ്. ഞാനൊരു ഐഡിയ പറയാം. എന്നോട് ഞാനൊരു കാര്യം പറയാം. സിറ്റിക്കടുത്ത് വലിയൊരു ബിസിനസ്മാൻ താമസിക്കുന്നുണ്ട്. ഈ കാര്യം നീ ആരോടും പറയരുത്. അദ്ദേഹം താമസിക്കുന്ന വീടിന്റെ തൂണില് കുറെ ഡയമണ്ട്സ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതെ അതെ, അവിടുന്ന് ഇവിടുന്നായിട്ടൊക്കെ ഈ ന്യൂസ് പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്തേക്കാം. നാളെ രാത്രിയിൽ തന്നെ അത് മോഷ്ടിച്ചേക്കാം. നിങ്ങൾ രണ്ടുപേരും ശരിയായ ജോക്കർമാരാണ്. നാളെ വരെ ആര് കാത്തിരിക്കും? എല്ലാം ഇന്ന് തന്നെ ഞാൻ കൊള്ളയടിച്ചുകൊണ്ട് പോകും. നമ്പർ 1, നമ്പർ 2, നിങ്ങൾ രണ്ടുപേരും ആയുധങ്ങളൊക്കെ എടുത്ത് എന്നെ ഫോളോ ചെയ്യൂ. ഇതെന്താ ബട്ടൺ? എന്ത് 3 എണ്ണണോ? ഇതൊക്കെ എവിടെയോ കേട്ട പോലെ ഉണ്ടല്ലോ. ശരി, 1 2 3. എനിക്ക് എന്ത് പറ്റി? എന്റെ സ്റ്റൈലിനെ എനിക്ക് തന്നെ വീണ്ടും പ്രയോഗിച്ചല്ലോ അവന്മാര്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? മോട്ടു പത്ലുവിന് എന്റെ പ്ലാൻ മനസ്സിലായെന്നാ ഞാൻ വിചാരിക്കുന്നത്. പുറത്തേക്ക് വരൂ വലിയേട്ടാ.
ചേട്ടാ ചേട്ടാ ബൈൽവാൻ ചേട്ടാ, എനിക്ക് ജയിലിലേക്ക് പോകാനുള്ള വഴി കാണിച്ചു തരാമോ പ്ലീസ്? ഓ, ഇന്ന് എല്ലാവർക്കും എന്നെ കണ്ടാൽ ഒരു ഗൈഡിനെ പോലെ തോന്നുന്നു. ഇനി ഞാൻ ആരെയും എങ്ങോട്ടും അയക്കുന്നില്ല. ചേട്ടാ ബൈൽവാൻ ചേട്ടാ, പ്ലീസ് എനിക്ക് ജയിലിലേക്ക് പോകാനുള്ള വഴി കാണിച്ചു തരൂ പ്ലീസ്. ശരി. രക്ഷിക്കോ രക്ഷിക്കോ, ചിങ്ങം സാർ നിങ്ങൾ എവിടെയാണുള്ളത്? എന്നെ രക്ഷിക്കോ. എന്നെ ഇങ്ങനെ പറപ്പിക്കുന്നത് എന്തിനാ? ചിങ്ങം സാർ എന്നെ രക്ഷിക്കോ, എന്നെ വിട്ടേക്ക് പ്ലീസ്. വേണ്ട. Watch India's largest kids library only on Geo Hotstar. Download the app now.